ഞാൻ നന്ദന. അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത ക്ലാസ് എംപിഎംസിയുടെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 8085 ആർക്കിടെക്ചറാ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആർക്കിടെക്ചർ ഓഫ് 8086 കേട്ടോ. അപ്പോൾ ആ ആർക്കിടെക്ചറും ഈ ആർക്കിടെക്ചറും തമ്മിൽ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഡിഫറൻസസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സിലബസിൽ ഓൾറെഡി 8086ഉം 8088ഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 8085ഉം 8086ഉം ചോദിക്കും. അപ്പൊ നമ്മൾ ഇതിൽ ബേസിക് ആയിട്ട് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ 8086 ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു 16 ബിറ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ പ്രോസസ്സറാണ്. അത് നമുക്ക് പറയാം 8086 8086ഉം 8085ഉം തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത് ഞാൻ ഇതിൽ നോട്ടിൽ കൊടുത്തിട്ടില്ല. അപ്പം ഇതൊരു ലെക്ചർ നോട്ടായിട്ട് എഴുതി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ 8086ഉം 8085ഉം തമ്മിലുള്ള കമ്പാരിസൺ. 8086 ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതൊരു 16 ബിറ്റിന്റെ ഒരു മൈക്രോ പ്രോസസ്സറാണ്. അവിടുത്തെ ഡേറ്റ 16 ബിറ്റാണ്. 8085 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതൊരു 8 ബിറ്റിന്റെ ഡേറ്റ ആയിരുന്നു. 8 ബിറ്റ് മൈക്രോ പ്രോസസ്സർ ആയിരുന്നു. അതിനകത്ത് 8 ബിറ്റ് ആണ് നമ്മൾ കടത്തിവിടുന്നത്. ഇതിനകത്ത് 16 ബിറ്റ് ആണ്. അത് മെയിൻ ഡിഫറൻസ്. 8086 20 ബിറ്റ് അഡ്രസ് ആണുള്ളത്. 20 ബിറ്റ് അഡ്രസ്സാ ഉള്ളത്. അഡ്രസ്സിന്റെ 20 ബിറ്റ് ആണുള്ളത്. ഇതിനകത്തുള്ള അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 8085 പഠിച്ചത് ഇറ്റ് ഈസ് എ 16 ബിറ്റ് അഡ്രസ് ആയിരുന്നു. 16 ബിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ 80 മുതൽ A15 വരെ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന 20 ബിറ്റ് ആണ് എന്ന് പറയുമ്പോൾ 80 മുതൽ A19 വരെ അങ്ങനെയുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഡേറ്റ എന്ന് പറഞ്ഞു 16 ബിറ്റ് ആണ്, 20 ബിറ്റ് ആണ് അഡ്രസ് ഉള്ളത്. വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് 8085 നമുക്ക് 256 KB സ്റ്റോറേജേ ഉള്ളൂ. 256 കിലോബൈറ്റ് സ്റ്റോറേജ് നമുക്ക് 8085 ഉള്ളൂ. അതേസമയം 8086 256 എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബിറ്റ് 8 ആണല്ലോ. അപ്പോൾ 2⁸8 256 ആ ഒരു ഇതിലാണ്. 8086 സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 1 MB ആണ്. 1 MB എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ് 20 ആണ്. അപ്പൊ നമുക്ക് 2⁻20 1 MB സ്റ്റോറേജ് ആണ് 8086 ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന്റെ ഒരു പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8086 പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ 8086 8086 ഹാവ് പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ. 8085 എന്താ? നോ പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ ഇല്ല. അപ്പൊ പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ എന്താന്ന് നമ്മൾ പഠിക്കും. ഇത് പറയുമ്പോൾ ഞാനത് പറയാം. പക്ഷെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ ഉണ്ട്. 8085 പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ ഇല്ല. അതുകൊണ്ട് തന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8086 ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. 8085 എന്താണ്? ഇൻസ്ട്രക്ഷൻ ക്യൂ ഇല്ല. നോ ഇൻസ്ട്രക്ഷൻ ക്യൂ ഇൻ 8085. അതൊരു ഡിഫറൻസ് ആണ്. ഇൻസ്ട്രക്ഷൻ ക്യൂ എന്താണ്, പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ എന്താന്ന് ഞാൻ പറയാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇത്രയും ഡിഫറൻസസ് ഉണ്ട്. പിന്നെ കോസ്റ്റ് കൂടുതലാണ്. 8086 കോസ്റ്റ് കൂടുതലായിരിക്കും. ഇത് ലോ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻസസ്. അതിന്റെ 16 ബിറ്റ് ഡേറ്റയും മറ്റേത് 8 ബിറ്റ് ആണെന്നും ഇത് 20 ബിറ്റ് അഡ്രസ് ആണെങ്കിൽ മറ്റേത് 16 ബിറ്റ് അഡ്രസ് ആണെന്നും ഇതിന് പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ അതിനകത്ത് പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ ഇല്ലെന്നും ഇതിൽ ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട് അതിന് ഇൻസ്ട്രക്ഷൻ ക്യൂ ഇല്ലെന്നും പിന്നെ കോസ്റ്റ്. അതൊരു ഡിഫറൻസസ് ചോദിക്കുകയാണെങ്കിൽ എഴുതിയാൽ മതി. അത്രയാണ് നമ്മുടെ ഡിഫറൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്, കമ്പാരിസൺ ആ പറഞ്ഞത്. ഇനി നമ്മുടെ ആർക്കിടെക്ചറിലോട്ട് പോകാം. 8086 ആർക്കിടെക്ചർ. അത് ഞാൻ ബേസിക്കലി പറയാം. ഞാൻ പറഞ്ഞു ഇതൊരു പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ ആണ്. പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ എന്ന് മീൻ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന അതേ സമയത്ത് അടുത്ത് എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിനെ നമ്മളൊന്ന് പ്രീ ഫെച്ച് ചെയ്ത് വെക്കും, നേരത്തെ എടുത്തു വെക്കും. അതിനെയാണ് നമ്മൾ പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം എക്സിക്യൂട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പ്രീ ഫെച്ച് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അത് എന്തിലില്ല? 8085 ഇല്ല. കാരണം 8085 നമ്മൾ പഠിച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷന്റെ മെമ്മറി അഡ്രസ് ലൊക്കേഷൻ ഏതാണോ
അത് പ്രോഗ്രാം കൗണ്ടറിൽ നമ്മൾ പോയി സ്റ്റോർ ചെയ്ത് വെക്കും എന്നുണ്ടായിരുന്നു. അല്ലാതെ ആ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്ത് വെക്കൊന്നുമില്ല. കറന്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ വെക്കും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കറന്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്തത് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷെ ഏതാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉള്ള ആളാണ് ആർക്കിടെക്ചർ ഓഫ് 8086. ഓക്കെ, അപ്പൊ അതാണ് ഒരു പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ ആണ്. അപ്പം ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ ദ പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ ഓഫ് 8086 മൈക്രോ പ്രോസസർ. അതിന്റെ ചോദിക്കുമ്പോൾ ഇത്രേ ഉള്ളൂ, ഇതിന്റെ മെയിൻ ബേസിക് ഐഡിയ ഇത്രേ ഉള്ളൂ. എക്സിക്യൂട്ട് ചെയ്യുന്ന അതേ സമയത്ത് അടുത്ത ഏത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനെ ഒന്ന് പോയി പ്രീ ഫെച്ച് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ പ്രീ ഫെച്ച് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഇൻസ്ട്രക്ഷൻ ക്യൂ. നമ്മൾ പറഞ്ഞു 8086 ഹാവ് ഇൻസ്ട്രക്ഷൻ ക്യൂ, 8085 ഹാവ് നോ ഇൻസ്ട്രക്ഷൻ ക്യൂ. ആ ഇൻസ്ട്രക്ഷൻ ക്യൂ ഉള്ള ആളാണ് 8086. ആ ഇൻസ്ട്രക്ഷൻ ക്യൂ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനെ പ്രീ ഫെച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിനെ പ്രീ ഫെച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്ട്രക്ഷൻ ക്യൂ. ആ ഇൻസ്ട്രക്ഷൻ ക്യൂ 6 ബൈറ്റ് ആണ്. 6 ബൈറ്റ് ആണ്. നമ്മൾ ഇനി പഠിക്കും 8088 പഠിക്കും കമ്പാരിസൺ. അപ്പൊ 8088 എന്ന് പറഞ്ഞാൽ 4 ബൈറ്റിന്റെ ആണ് ഇൻസ്ട്രക്ഷൻ ക്യൂ ഉള്ളത്. ഇത് 6 ബൈറ്റിന്റെ ഇൻസ്ട്രക്ഷൻ ക്യൂ. അപ്പൊ 6 ബൈറ്റിന്റെ ഇൻസ്ട്രക്ഷൻ ക്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു 8086 എന്താ 16 ബിറ്റ് ഡേറ്റ അല്ലെ. അപ്പൊ എന്താ നമ്മള് മെമ്മറി, അതിപ്പോ നമ്മൾ പറയും മെമ്മറിയിൽ ഓരോ ലൊക്കേഷനിലും നമുക്ക് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന 8 ബിറ്റിനെയാണ്. മെമ്മറിയിൽ ഓരോ ലൊക്കേഷനിലും മെമ്മറി കുറെ സെഗ്മെന്റ്സ് ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഇതിലും നമുക്ക് 8 ബിറ്റിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ വെക്കാൻ പറ്റുള്ളൂ. ഇത് 16 ബിറ്റ് ആണല്ലേ. 16 ബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് എന്താ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എന്താ 8 ബിറ്റ്. 2 ബൈറ്റ് എന്ന് പറയുന്നതാണ് 16 ബിറ്റ്. ഓക്കെ, അപ്പോ 2 ബൈറ്റ് വേണം നമുക്ക്. ഇവിടുത്തെ 16 ബിറ്റ് ഡേറ്റാസ് ആണ്. ആ 16 ബിറ്റ് ഡേറ്റാസിനെ നമുക്ക് പ്രീഫിച്ച് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് 2 ബൈറ്റ് വേണം. 2 ബൈറ്റ് ഫോർ പ്രീഫെച്ച് 1 ഇൻസ്ട്രക്ഷൻ. ഒരു ഇൻസ്ട്രക്ഷൻ പ്രീഫെച്ച് ചെയ്യാൻ 2 ബൈറ്റ് വേണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ ഫെച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കിന് എന്താ ചിലപ്പോൾ നമുക്ക് സ്ഥലം ഇല്ലാതെ വരുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ബൈറ്റ് മാത്രമേ വേക്കന്റ് ആയി കിടക്കുന്നെങ്കിൽ പോലും എന്ത് നടക്കില്ല, അവിടെ പ്രീഫെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ 2 ബൈറ്റ് ആണ് നമ്മൾ അറ്റ് ദ സെയിം ടൈം പ്രീഫെച്ച് ചെയ്ത് പോകുന്നത്. അതാണ് അതിന്റെ സാധനം. ഓക്കെ, അതാണ് നമ്മുടെ പൈപ്പ് ലൈൻ ആർക്കിടെക്ചറും ഇൻസ്ട്രക്ഷൻ ക്യൂ. 6 ബൈറ്റ് ആണ് ഇൻസ്ട്രക്ഷൻ ക്യൂ ഉള്ളതും ഒന്ന് ഓർക്കേണ്ട കാര്യം. അത്ര ആ ആർക്കിടെക്ചറിൽ നമ്മളിപ്പോ പറഞ്ഞത്. ഇനിയും നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് മെമ്മറി സെഗ്മെന്റേഷൻ പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് 8086 ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഈ മെമ്മറി സെഗ്മെന്റേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്നാൽ ഇതിന്റെ കുറച്ച് ടേംസ് ആണ് നമുക്ക് എന്തിലുള്ളത്, ആ ആർക്കിടെക്ചറിലുള്ളത്. ഇപ്പൊ ഡയറക്റ്റ് ആ ആർക്കിടെക്ചർ ആണ് പറയുന്നെങ്കിൽ നമ്മൾ ബേസിക് അല്ലാതെ പറയുന്നതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതിപ്പോ ബേസ് പഠിച്ചിട്ട് നമ്മൾ ആർക്കിടെക്ചർ പറയുമ്പോൾ ഓക്കെ ഇതൊക്കെയായിരുന്നു സംഭവം, നമുക്ക് കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാവും. അപ്പൊ നമ്മുടെ മെമ്മറി സെഗ്മെന്റേഷൻ എങ്ങനെയാണ് 8086 എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്റ്റോറേജ് 1 MB സ്റ്റോറേജ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ നമ്മുടെ മെമ്മറി ഇതാണ് നമ്മുടെ മെമ്മറി ഓഫ് 1 MBനെ നമ്മൾ 64 കിലോബൈറ്റ്സ് വെച്ചിട്ട് കുറെ സെഗ്മെന്റ്സ് ആക്കും. മെനി സെഗ്മെന്റ്സ്, കുറെ ലോജിക്കൽ സെഗ്മെന്റ്സ് ആക്കും. എന്തിനാ കുറെ ലോജിക്കൽ സെഗ്മെന്റ്സ് ആക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ സെഗ്മെന്റ്സ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമാക്കാനാണ്. കാരണം ഓരോന്നും ഓരോ സ്ഥലത്ത് വെക്കാം. കോഡ് ഇന്നതില്, ഡേറ്റ ഇന്നത്, പ്രോഗ്രാം ഇന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താണോ വേണ്ടത് അത് ഒരു കൂട്ടം സാധനത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം. അതെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ആക്സസ് ചെയ്താൽ മതി. അപ്പോൾ അത് സിമ്പിൾ ആണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെഗ്മെന്റ്സ് ആക്കി നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 MB സ്റ്റോറേജ് ഉള്ള ഒരു മെമ്മറിനെ 64 കിലോബൈറ്റ്സ് വെച്ചിട്ട് കുറെ സെഗ്മെന്റ്സ് ആക്കുന്നു. കുറെ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സെഗ്മെന്റ്സ് വരും. അതിലെ സ്റ്റാർട്ടിങ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഇത് 16 ബിറ്റ് ആണല്ലേ, 16 ബിറ്റ് അല്ല 20 ബിറ്റ് ആണ്. നമ്മുടെ 8086 20 ബിറ്റ് ആണ്. ഞാൻ നേരത്തെ തിരിച്ചു എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, തെറ്റാണ്.
8086 എന്ന് പറയുന്നത് 20 ബിറ്റും 8085 ആണ് 16 ബിറ്റും. കമ്പാരിസണിൽ കറക്റ്റ് ആണെന്ന് തോന്നുന്നു, എന്നാലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആട്ടോ, സോറി. അപ്പോൾ 8086 നമുക്ക് 20 ബിറ്റ് ആണുള്ളത്. അപ്പം നമ്മളിത് H എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ, നമ്മൾ LSTയിൽ പഠിച്ച സംഭവമാണ് H ഹെക്സാഡെസിമൽ എന്ന്. നമ്മൾ കുറെ കൺവേർഷനും ഒക്കെ പഠിക്കുന്നതാണ് LSTയിൽ. അപ്പൊ ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ, 0 മുതൽ 9 വരെ ഡിജിറ്റ്സ് ഉണ്ടാവും. പിന്നെ വേറെ എന്താ ഉള്ളത്, പിന്നെ ഉള്ളത് കുറച്ച് ആൽഫബറ്റ്സ് ആണ് അല്ലെ. A മുതൽ ABCDEF വരെ ഉണ്ടാവും. സോ 0 മുതൽ F വരെ ആയിരിക്കും നമ്മുടെ ഹെക്സാഡെസിമൽ ഉള്ളത്. അപ്പോ ഇത് 20 ബിറ്റ് അല്ലേ, 20 ബിറ്റ്. അപ്പം ഹെക്സാഡെസിമലിലെ ഓരോ, ഇപ്പം നമ്മൾ എഴുതാം 5 4 3 2 1 അങ്ങനെ ഇപ്പൊ ഒരു സംഭവം എഴുതുന്നത് വെച്ചോ. അതിൽ ഓരോ ഡിജിറ്റിനെയും നമ്മൾ 4 ബൈനറി ലൊക്കേഷനിലായിട്ടാണ് മാറ്റുക. ഓക്കെ, ഓരോന്നിനെയും നമ്മൾ 4 ബൈനറി ഡിജിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഓരോതിനെയും. എന്ന് വെച്ചാൽ ഇപ്പൊ 5നെ ബൈനറിയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, നമുക്ക് ബൈനറി റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 8421 8421 സിമ്പിൾ കോഡ് 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1 0 1 0 0 0 1 0 1 ഇത് 5. അപ്പം ഇത് എന്താ 1 2 3 4 5 ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8421 ആണ് കോഡ്. എന്ന് വെച്ചാൽ 8421 വെച്ചിട്ട്, ഇത് ബേസിക് ആണ്, എല്ലാവർക്കും അറിയാവുന്നതെന്ന് എന്റെ വിശ്വാസം. 8421 വെച്ചിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റും. 8421 വെച്ചിട്ട് 1 എന്ന് പറയുമ്പോൾ എവിടെ, 1ന്റെ അവിടെ 1 വരണം, ബാക്കിയെല്ലാം 0. 2 എന്ന് പറയുമ്പോൾ എന്താ, 2ന്റെ അവിടെ 1 വരണം, ബാക്കിയെല്ലാം 0. 3 എന്ന് പറയുമ്പോൾ എങ്ങനെ, 2ഉം 1 കൂടെ വരുമ്പോൾ നമുക്ക് 3 കിട്ടല്ലേ, അപ്പൊ അവിടെ 1 വരും, ബാക്കിയെല്ലാം 0. 4 വരുമ്പോൾ എങ്ങനെ, 4ന്റെ അവിടെ 1, ബാക്കിയെല്ലാം 0. ഈ ഒരു ലോജിക്കലാണ് നമ്മൾ ചെയ്യുക. ഇത് പഠിച്ചിട്ടുള്ള LSTയിൽ ഞാൻ ചുമ്മാ പറഞ്ഞതേ, ഞാൻ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി പറഞ്ഞ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ 5 4 3 2 1 എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ ബൈനറിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന എന്തിനാ, കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ നമ്പറിനെയും 4 ബിറ്റ് വെച്ചിട്ട് 4 ബിറ്റ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ടോട്ടൽ എത്ര ആവുന്നേ, 4 ബിറ്റ് വെച്ചിട്ട് 5 എണ്ണം 20 ബിറ്റ് ആവില്ലേ. അതാണ് ഇവിടെ എത്ര വന്നേക്കുന്നത്, 5 ഡിജിറ്റ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ ഡിജിറ്റിനെയും നമ്മൾ ബൈനറിയിലോട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 5നെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്, 0 0 1 0 സോറി 0 1 0 1 0 5നെ റെപ്രസെന്റ് ചെയ്യുന്നത് 0 1 0 1, 4നെ 0 1 0 0, 3നെ 0 0 1 1, 2നെ 0 0 1 0, 1നെ 0 0 0 1. അങ്ങനെ നമ്മൾ ഓരോ നമ്പറിനെയും 4 ബിറ്റ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ടോട്ടൽ എത്ര വരും, അത് 20 ബിറ്റ് ആവും. ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ ചെയ്യുക. അതാണ് ബേസിക് സംഭവം. ഞാൻ എന്തിനാണ് ഇപ്പൊ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന്റെ ബേസ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഹെക്സാഡെസിമലിലോട്ട് പോയതേ. ചിലർക്ക് ഓർമ്മ കാണില്ലായിരിക്കും, അതുകൊണ്ട് എടുത്തതാണേ. അപ്പോ നമ്മുടെ ബേസ് അഡ്രസ് നമ്മൾ പറഞ്ഞു 1 MB ആണ്, എന്ന് വെച്ചാൽ 20 ബിറ്റ് ആണ് സ്റ്റോറേജ്. അപ്പം മെമ്മറി ലൊക്കേഷൻ ഓരോന്നും എത്ര ഇതിൽ എഴുതണം, 5 ഡിജിറ്റ്സ് ആവും. അതാണ് നമ്മൾ പറഞ്ഞ 0 0 0 0 0 H മുതൽ. ഇതാണ് നമ്മുടെ ബേസ് മെമ്മറി തുടങ്ങുന്നത്. അവിടുന്ന് എവിടെ വരെ കാണും, മാക്സിമം നമ്മുടെ മെമ്മറി ലൊക്കേഷൻ എവിടെ വരെയാന്ന് ചോദിച്ചാൽ 0 മുതൽ F വരെയാണല്ലോ നമ്മുടെ നമ്പേഴ്സ് ഉള്ളത്. അപ്പൊ 0 ആണ് ബേസ്, 0 0 0 5 വരുന്നതാണ് ബേസ്. അപ്പൊ ഈ Fന്റെ 20 ബിറ്റിൽ ഏതായിരിക്കും ഏറ്റവും മാക്സിമം, എവിടെ വരെ പോകാൻ പറ്റും, മൊത്തം 20 ബിറ്റ് എന്ന് പറയുമ്പോൾ 5 നമ്പേഴ്സ് വരും അല്ലെ. ആ 5 നമ്പേഴ്സിലെ 5ഉം F ആയിരിക്കുമ്പോഴാണ് മാക്സിമം ആവുക അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ മാക്സിമം മെമ്മറി ലൊക്കേഷൻ F F F F F എന്ന് വരുന്നത്. ഓക്കെ, ബേസ് 0 എന്ന് വരുന്നു, മാക്സിമം FF ആണ്. അതാണ് പറഞ്ഞത് ബേസ് ഇവിടെ നമുക്ക് 0 0 0 0 0 H മുതൽ ഏറ്റവും മാക്സിമം വരുന്നതാണ് ഇത് F F F F H. അതാണ് ഇതിന്റെ ബേസും മാക്സിമം. അതിനു വേണ്ടിയിട്ട് അത് പറഞ്ഞത്. അങ്ങനെയുള്ള ഈ മെമ്മറി ലൊക്കേഷനെ 64 കിലോബൈറ്റ്സ് വെച്ചിട്ട് കുറെ സെഗ്മെന്റ്സ് ആക്കി നമ്മൾ മാറ്റുന്നുണ്ട്. ഓക്കെ, 64 കിലോബൈറ്റ്സ് വെച്ചിട്ട് കുറെ സെഗ്മെന്റ്സ്. അപ്പൊ കുറെ സെഗ്മെന്റ്സ് വരും എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് സെഗ്മെന്റ് വരും. ഇവിടെ റിസർവ്ഡ് ആവും മെമ്മറി, ഡെഡിക്കേറ്റഡ് ആവും. ഇവിടെ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് കാണും. പിന്നെ നമുക്ക് എന്താ ഡെഡിക്കേറ്റഡ് റിസർവ്ഡ് ഡെഡിക്കേറ്റഡ് റിസർവ്ഡ് അങ്ങനെ പറഞ്ഞു പോകുന്നത്.
ഓക്കെ, എഴുതിയ കാണില്ല ശരിക്കും. അപ്പം നമ്മുടെ ആ മെമ്മറി ലൊക്കേഷൻ ഇപ്പൊ ഇങ്ങനാണെങ്കിൽ 64 KB വെച്ചിട്ട് നമ്മൾ കുറെ ലൊക്കേഷൻസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് നമുക്ക് എന്താ ഡെഡിക്കേറ്റഡ്, റിസർവ്ഡ്, ഡെഡിക്കേറ്റഡ്, റിസർവ്ഡ്. ഇവിടെ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് കാണും. ഓക്കെ, എന്ന് പറഞ്ഞാൽ 4 ആക്റ്റീവ് ആയിട്ടുള്ള സെഗ്മെന്റ്സേ നമുക്ക് ഉള്ളൂ. 4 ആക്റ്റീവ് സെഗ്മെന്റ്സ് ആണ് നമുക്ക് ഉള്ളത്, 4 ആക്റ്റീവ് സെഗ്മെന്റ്സ്. അപ്പൊ അത് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ 4 ആക്റ്റീവ് സെഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഓരോന്നും 64 KB ആണ്. അങ്ങനത്തെ 4 64 KB ഉള്ള സെഗ്മെന്റ്സ് ഉണ്ട്. അതല്ലാതെ ബാക്കി മെമ്മറി ലൊക്കേഷൻ 1 MB 4 × 64 KB വെച്ച് പോയാലും ബാക്കി കുറച്ചെല്ലാം ഉണ്ടല്ലോ ലൊക്കേഷൻ. ആ ലൊക്കേഷനിലുള്ളതാണ് കുറച്ച് പേരെ ഡെഡിക്കേറ്റഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റിസർവ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്നുവെച്ചാൽ ഈ ഡെഡിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഉള്ളത് 00 മുതൽ ഒരു ഐ തിങ്ക് ഒരു 13H വരെ ഉള്ളത് ISR ആണ്. ISR എന്ന് പറഞ്ഞാല് ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ എന്നാണ്. അത് ഞാൻ പറഞ്ഞു, ഇന്ററപ്റ്റ്സ് നമ്മൾ പറഞ്ഞു. ഇന്ററപ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറെ കഴിഞ്ഞിട്ട് പഠിക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പഠിക്കാനില്ല, അത് പഠിക്കാനുണ്ട്, അടുത്ത മോഡ്യൂൾസിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ ഇതിൽ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇന്ററപ്റ്റ് നമ്മുടെ നോർമൽ എക്സിക്യൂഷനെ തടസ്സപ്പെടുത്തി എക്സ്ട്രാ ഒരു സംഭവം വരുന്നതിനാണ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ആ ഇന്ററപ്റ്റ് വരുമ്പോൾ ഓരോ ഇന്ററപ്റ്റ് വരുമ്പോൾ ഇന്ന ഇന്ററപ്റ്റിന് വേണ്ടി ഇന്ന സർവീസ് ആണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത് മെമ്മറിയിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ പോയിന്റേഴ്സ് ഒക്കെ ആയിരിക്കും ഈ ഡെഡിക്കേറ്റഡിൽ ഉണ്ടാവുക. അടുത്ത റിസർവ്ഡ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് വന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും. പിന്നെയുള്ള ഹാർഡ്വെയർ ഇന്ററപ്റ്റ് വന്ന് എന്ത് ചെയ്യേണ്ടതെന്നായിരിക്കും. പിന്നെ ഇതെന്താ റിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ്, ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും മെമ്മറി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം റിസർവ്ഡ് ചെയ്ത് വെക്കും. ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ ആണ് നമുക്ക് മെമ്മറിയിൽ കാണാൻ സാധിക്കുക. അതിനകത്ത് 4 സെഗ്മെന്റ്സ് ആണുള്ളത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 സെഗ്മെന്റ്സ് ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഒരു സെഗ്മെന്റ് ആണ് ഡേറ്റ സെഗ്മെന്റ്, രണ്ടാമത്തെയാണ് എക്സ്ട്രാ സെഗ്മെന്റ്, മൂന്നാമത്തെ കോഡ് സെഗ്മെന്റ് ഉണ്ട്, നാലാമത് നമ്മൾ സ്റ്റാക്ക് സെഗ്മെന്റ് ഉണ്ട്. അങ്ങനെ 4 സെഗ്മെന്റ്സ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞേക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള 4 സെഗ്മെന്റ്സിന്റെ ആ ഡെഡിക്കേറ്റഡോ റിസർവ്ഡോ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. കാരണം ഒരു മെമ്മറി 1 MB ആണ്, അതിൽ 64 KB വെച്ചിട്ട് ഇത്ര എടുത്തു, ബാക്കി മെമ്മറി സ്പേസ് എന്ത് എന്ന് ചോദിച്ചാൽ ആ മെമ്മറി സ്പേസ് റിസർവ്ഡിന് ഡെഡിക്കേറ്റഡ് ആക്കി ബാക്കി വേറെ യൂസേഴ്സിന് ഉണ്ട്, അല്ലാതെ ഇത്രയും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പൊ ഇതില് 4 സെഗ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഡേറ്റ സെഗ്മെന്റ്, കോഡ് സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ്. അതിൽ ഓരോ മെമ്മറി ലൊക്കേഷനിലാണ് ഇവരുള്ളത്. ഇവര് എന്താണ് ഇവിടെ 20000H മുതൽ 2FFH വരെ ആണ് അവരുടെ ലൊക്കേഷൻ. അപ്പൊ ഈ ഡേറ്റ സെഗ്മെന്റിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബൈ ദ നെയിം ഇറ്റ് സെൽഫ് അവിടെ ഡേറ്റാസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. ഡേറ്റ സെഗ്മെന്റിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യും. കോഡ് സെഗ്മെന്റ് ആണ് അടുത്ത് വരുന്നത്. അവിടെ കോഡ് സെഗ്മെന്റിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൈ ദ നെയിം എന്താണ് കോഡ് പ്രോഗ്രാം ആയിരിക്കും കോഡ് സെഗ്മെന്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അടുത്ത സ്റ്റാക്ക് സെഗ്മെന്റ്. സ്റ്റാക്ക് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാക്കിന്റെ ഡേറ്റാസും ഒക്കെ ആയിരിക്കും സ്റ്റാക്ക് സെഗ്മെന്റിൽ കാണുക. ഇനിയും എക്സ്ട്രാ സെഗ്മെന്റ്. എക്സ്ട്രാ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഡേറ്റ സെഗ്മെന്റിന്റെ കൂട്ട് തന്നെ ആയിരിക്കും. ഡേറ്റ സെഗ്മെന്റിൽ ഇപ്പൊ നമ്മൾ ഡേറ്റാസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, എക്സ്ട്രാ സെഗ്മെന്റിൽ ഡേറ്റാസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. എന്ത് ഡേറ്റാസ് ആണ് എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ആഡ് A, B. നമ്മൾ LSTയിലൊക്കെ പഠിച്ചത് ഇത് സോഴ്സ്, ഇത് ഡെസ്റ്റിനേഷൻ അങ്ങനെ ആയിരിക്കും. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇത് നമ്മുടെ ഒരു ഓപ് കോഡ് ആണെങ്കിൽ ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആണ്, ഇത് നമ്മുടെ സോഴ്സ് ആണ്. അപ്പോൾ ഡെസ്റ്റിനേഷനുള്ള ഓപ്പറാൻസിനെ ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എക്സ്ട്രാ സെഗ്മെന്റ് ഉള്ളത്. ഡെസ്റ്റിനേഷൻ ഓപ്പറാൻസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ സെഗ്മെന്റ്സ്. ഡേറ്റ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ സോഴ്സ് ഓപ്പറാൻസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇതിൽ കുറെ തിയറി കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ ബേസിക് ഇതൊക്കെയാണ് സംഭവം. ഇങ്ങനെങ്കിലും എക്സാമിന് എഴുതി വെച്ചാൽ മതി. ഞാൻ പറയുന്നതെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നോട്ട് ഇതിൽ ഞാൻ തന്നേക്കുന്നത്. ഇതിൽ നമുക്ക് ഞാൻ ബേസിക് എന്താണ് കാര്യം ഇതാണ് എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഈ നോട്ട് ഇങ്ങനെ റെഫർ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ലെക്ചർ നോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എക്സാമിന് നമുക്ക് കൂടുതലും പ്രിഫറിങ് അതാ. അല്ലാതെ ഈ PPT ഫുള്ളും കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞ ടാസ്ക് ആണ്. പഠിക്കുന്നവർക്ക് പഠിക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിട്ട് ഇന്നതാണ് പോയിന്റ്സ് എന്നൊന്ന് നോക്കി വെച്ചാൽ മതി. അല്ലാതെ ഇതേപോലെ എഴുതണം എന്നൊന്നുമില്ല കേട്ടോ. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിൽ ഉണ്ടെന്നേ ഉള്ളൂ. ഇത്രയും ഒന്നും എഴുതി വെക്കണ്ട. ഇതാണ് മെയിൻ സംഭവം, ഇത്രയേ ഉള്ളൂ. ഡേറ്റ സെഗ്മെന്റിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യും. എന്തിന്റെ ഡേറ്റ?
സോഴ്സ് ഓപ്പറാൻസിന്റെ ഡേറ്റ. കോഡ് സെഗ്മെന്റ് പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റാക്ക് സെഗ്മെന്റ് സ്റ്റാക്ക് ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. എക്സ്ട്രാ സെഗ്മെന്റിൽ ഡെസ്റ്റിനേഷന്റെ ഓപ്പറാൻഡ് ഡേറ്റാസ് ആണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെ ഇത് ഇത്രയാണ് നമ്മുടെ 4 സെഗ്മെന്റ്സ്. ഈ സെഗ്മെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ 8086 കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. 4 രജിസ്റ്റേഴ്സ് ഉണ്ട് ഈ സെഗ്മെന്റ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. അതിനെ പറയുന്നതാണ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് എന്ന്. ഓക്കെ, അതിനെ പറയുന്ന പേര് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്. അപ്പൊ ഏതൊക്കെ സെഗ്മെന്റ്, ഇതേ പേര് പോലെ തന്നെയാണ് ആ രജിസ്റ്റേഴ്സിന്റെ പേര് വരിക. ഡേറ്റ സെഗ്മെന്റ് രജിസ്റ്റർ ഉണ്ട്, സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്റർ ഉണ്ട്, എക്സ്ട്രാ സെഗ്മെന്റ് രജിസ്റ്റർ ഉണ്ട്, കോഡ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 4 സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണ്. ഇതിന്റെ ബേസ് അഡ്രസ്സുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ബേസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻസ്. ബേസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻസ്. നമ്മുടെ രജിസ്റ്റേഴ്സ് 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ രജിസ്റ്റേഴ്സ് 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഈ ഓരോ സെഗ്മെന്റ്സിന്റെയും ബേസ് അഡ്രസ്സുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ രജിസ്റ്റേഴ്സ് ഉള്ളത്. ബേസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അടുത്ത് പറയാം. ഇത്രയും രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ രജിസ്റ്റേഴ്സിന്റെ ബേസ് അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് രജിസ്റ്റേഴ്സ്. ഈ സെഗ്മെന്റിന്റെ ബേസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ്. ബേസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ സെഗ്മെന്റ്. അത് ഏതുമാകാം. എക്സ്ട്രാ സെഗ്മെന്റോ, ഡേറ്റ സെഗ്മെന്റോ, കോഡ് സെഗ്മെന്റോ, സ്റ്റാക്ക് സെഗ്മെന്റോ, ഇന്നതിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെ നമ്മൾ പറയുന്നതാണ് ബേസ് അഡ്രസ് എന്ന്. അപ്പം ഇത് രജിസ്റ്റേഴ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണ് ഈ കാണിക്കുന്നത്. ESS, ESSS, DS. അതിനകത്ത് നോക്ക്, DS-ന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഏതാ? 20,000. അപ്പൊ ആ 20,000-നെ എടുത്തു വെച്ചേക്കുന്നതാണ് ഇവിടെ. പക്ഷെ നോക്കിയേ, 20,000-ൽ 2,000 മാത്രമല്ലേ വന്നിട്ടുള്ളൂ, ഒരു 0 ഇല്ല. അതെന്താ എന്ന് ചോദിച്ചാല് നമ്മൾ പറഞ്ഞു അഡ്രസ് ഈസ് ഓഫ് 20 ബിറ്റ് ആണ്, രജിസ്റ്റർ ഈസ് ഓഫ് 16 ബിറ്റ് ആണ്. അപ്പൊ ബാക്കി 4 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ അതിനകത്ത് സ്ഥലമില്ല. അപ്പൊ ആ രജിസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഈ 20 ബിറ്റിന്റെ ഏറ്റവും ലാസ്റ്റിലെ ഈ ബിറ്റിനെ അങ്ങ് കളയും. LSB-നെ അവനങ്ങ് ഒഴിവാക്കും. ഇപ്പൊ 2000. ഇത് ഈ അപ്പർ ബിറ്റ് മാത്രമേ ഈ MSB വരെയുള്ളത് എടുക്കുള്ളൂ. ഈ LSB-നെ അങ്ങ് എന്ത് ചെയ്യും? അങ്ങ് റിമൂവ് ചെയ്ത് കളയും. അപ്പൊ 16 ബിറ്റ് ആയി. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്. അപ്പൊ കാരണം എന്താണെന്ന് മനസ്സിലായി. ഇവിടെ 5 ഡിജിറ്റ്സ് ഉണ്ട്, അവിടെ വന്നപ്പോ അത് 4 ഡിജിറ്റ് ആയിട്ട് മാറി. അതെങ്ങനെ എന്ന് ചോദിച്ചാലും ഒന്നുമില്ല, അത് 16 ബിറ്റ് ആണ്. അഡ്രസ് 20 ബിറ്റ് ഉണ്ട്. അപ്പോ ഈ രജിസ്റ്റർ 16 ബിറ്റ് രജിസ്റ്ററിന്റെ 20 ബിറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ബാക്കി 4 എണ്ണം വരുമല്ലോ. ആ 4 എണ്ണം എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ആണല്ലോ. ആ ഡിജിറ്റിനെ അങ്ങ് കളയും. അങ്ങനെയാണ് അവര് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഡേറ്റ സെഗ്മെന്റില് രജിസ്റ്റേഴ്സിൽ എന്താ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഇതിന്റെ ബേസ് അഡ്രസ്സുകളെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിന്റെ ബേസ് അഡ്രസ് എത്ര? ഇത്. അപ്പൊ ഇതിൽ 2000 വരെ എടുക്കും. സ്റ്റാക്ക് സെഗ്മെന്റിന്റെ ബേസ് അഡ്രസ് ഏതാ? ഈ 50,000 എന്ന് പറഞ്ഞിരിക്കുന്നതില് 4 ഇതുവരെ വരുമ്പോൾ 5,000. അതാണ് ഇവിടെ. കോഡ് സെഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ? ഈ 30,000-ല് ഈ ഒരു 0 കളയും. അപ്പൊ വരുന്ന 3,000. എക്സ്ട്രാ സെഗ്മെന്റിൽ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ വരുന്നത്? ഈ 70,000-ല് ഈ ലാസ്റ്റിൽ ഒരെണ്ണം കളയുമ്പോൾ 7,000. അങ്ങനെയാണ് നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുന്നത്? അവരിലെ ആ രജിസ്റ്റേഴ്സിൽ ഈ അഡ്രസ്സുകൾ പോയി സ്റ്റോർ ആവുന്നത്. ഓക്കെ, ബേസ് അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഓരോ സെഗ്മെന്റിന്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സുകൾ. ഡേറ്റ സെഗ്മെന്റ് ഇതാണെങ്കിൽ കോഡ് സെഗ്മെന്റ് ഇതാണ്, സ്റ്റാക്ക് സെഗ്മെന്റ് ഇതാണ്, എക്സ്ട്രാ സെഗ്മെന്റ് ഇതാണ്. അങ്ങനത്തെ ബേസ് അഡ്രസ്സുകളായിരിക്കും ഈ രജിസ്റ്ററിൽ പോയി സ്റ്റോർ ചെയ്യുന്നത്. ബേസ് അഡ്രസ് സ്റ്റോർ ചെയ്യുന്നത് 4 ഡിജിറ്റ്സേ വരുന്നുള്ളൂ, 5ാമത്തതില്ല. ഓക്കെ, അതും ഓർത്ത് വെക്കണം. അത്രയും നമ്മൾ പറഞ്ഞു. അതുവരെയായി. അപ്പൊ ഈ ഓരോന്നും പറയുന്നതും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. എന്ന് വെച്ചാൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് എല്ലാം. അപ്പോ അടുത്ത നമ്മൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇനി നമുക്ക് ഫിസിക്കൽ അഡ്രസ് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഈ സ്റ്റാക്ക് സെഗ്മെന്റിനെ ഇന്ന ലൊക്കേഷനിലിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നടുക്ക് കുറെ ലൊക്കേഷൻസ് വരുന്നുണ്ടല്ലേ. 50,001, 50,002, അങ്ങനെ കുറച്ച് ലൊക്കേഷൻസ് ഇരിപ്പുണ്ടല്ലേ. അപ്പം നമ്മൾ പറയാണ് ഈ 50,002-ലുള്ള ഡേറ്റ എടുത്തോണ്ട് വാ എന്ന് നമ്മൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയില്ല, ഡയറക്റ്റ് അത് എവിടാണ് എന്ന് നമുക്ക് അറിയില്ല. ഇവിടെ പോയി എടുക്ക് എന്നേ നമുക്കറിയുള്ളൂ. അല്ലെങ്കിൽ ഈ 50,002 എന്നൊന്നും നമുക്ക് അറിയില്ല, അത് എവിടാണെന്നൊന്നും നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല.
അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് എടുക്കേണ്ട ഡേറ്റ ഏതിലാണ് ഉള്ളതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ 50,002 പോയി എടുക്ക് എന്നൊന്നും പറയില്ല. നമുക്കൊരു ഓഫ്സെറ്റ് തരും. ഓഫ്സെറ്റ് അഡ്രസ് ആണ് തരുന്നത്. ഓഫ്സെറ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാണ് ഈ കോഡ് സെഗ്മെന്റിന്റെ ഒരു ഇത്ര ഇത് കഴിഞ്ഞിട്ട് പോയി എടുക്കുക, ഇത്ര ഓഫ്സെറ്റ് കഴിഞ്ഞെടുക്കുക. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ബേസ് അഡ്രസ്സിൽ നിന്ന് ഇത്ര കഴിയുമ്പോൾ ഉള്ള ലൊക്കേഷനിൽ നിന്ന് പോയി ഡേറ്റ എടുക്കുക എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ, ഈ 30,000H നിന്ന് നമുക്ക് ഇപ്പൊ എത്ര വരെ പോകണം, എന്നിട്ട് ആ പോയിട്ട് അവിടുന്ന് ആ ഡേറ്റയെ ഫെച്ച് ചെയ്യാം. ആ ഒരു ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേരാണ് ഓഫ്സെറ്റ് എന്ന്. ഓക്കെ, മനസ്സിലായോ എന്താ ഓഫ്സെറ്റ് എന്ന്? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ബേസ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ബേസ് അഡ്രസ് ഉണ്ട്. ബേസ് അഡ്രസ് ഏതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? സെഗ്മെന്റ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് വേണം? ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തരാണ് ബേസ് അഡ്രസ് ഓഫ് ദിസ് ഇസ് ദിസ്. അടുത്തത് ഓഫ്സെറ്റ് ഇത്ര മാറി നമുക്ക് അവിടെ കൊണ്ടുവന്ന് റീഡ് ചെയ്ത് വെക്കണം. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടുന്ന് ഇത്ര മാറി അവിടെ കൊണ്ടുവന്ന് വേണം ഡേറ്റാസിനെ വായിക്കാനോ എന്തെങ്കിലും എടുക്കാനോ എന്നൊക്കെ പറയും. അപ്പൊ എന്താ, കോഡ് ആയതുകൊണ്ട് ഇവിടെ പ്രോഗ്രാമാ. ഇത്ര മാറി, ഈ ഒരു ഇത്രയും സ്പേസ് മാറി അവിടുന്ന് നമുക്ക് കോഡിനെ ഫെച്ച് ചെയ്യും എന്ന് പറഞ്ഞാലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സാധനമാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഫിസിക്കൽ അഡ്രസ് കിട്ടും അല്ലെ. ഈ ബേസ് അഡ്രസ്സിൽ നിന്ന് ഈ ഡിസ്പ്ലേസ്മെന്റ് കൂട്ടുമ്പോൾ നമുക്ക് എവിടോട്ടാണോ പോകേണ്ടത് ആ ഒരു ലൊക്കേഷൻ കിട്ടും അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. PA എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ്. ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് അഡ്രസ് എന്താണോ, ബേസ് അഡ്രസ്സിന്റെ കൂടെ എന്ത് കൂട്ടണം? നമ്മുടെ ഓഫ്സെറ്റ് ഇത്ര ഡിസ്പ്ലേസ്മെന്റിൽ പോയി അവിടെ പ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെന്റ് കൂടെ ഒന്ന് കൂട്ടുമ്പോഴത്തേക്കിന് നമുക്ക് വേണ്ട എന്ത് കിട്ടുന്നു? ഫിസിക്കൽ അഡ്രസ് കിട്ടുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ അഡ്രസ് എത്രയാണ്? 20 ബിറ്റ് ആണ് അല്ലെ. ഈ ബേസ് അഡ്രസ്സിൽ ഇരിക്കുന്ന എത്ര? 16 ബിറ്റ് ആണല്ലേ. അപ്പൊ നമുക്ക് 20 ബിറ്റ് വേണം. ഒരെണ്ണത്തിന് നമ്മൾ കളഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുവന്ന് ബേസ് അഡ്രസ്സിൽ അത്രയും പോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് അവർ ഓൾറെഡി 4 ഡിജിറ്റ്സേ തരുള്ളൂ. പക്ഷെ ഈ 16 ബിറ്റ് സാധനം 20 ബിറ്റ് ആയിരുന്നതിനെ 16 ബിറ്റ് ആക്കിയതാ. അപ്പൊ ലാസ്റ്റ് ഇവിടെ ഒരു എന്താണ്, ഒരു 4 ബിറ്റ് കൂടെ ഉണ്ടായിരുന്നല്ലോ. 4 ബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 0H കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു 0. ഇപ്പൊ ഏത് നമ്പർ ആണ്? ഇപ്പം ഇത് തന്നെ വേണ്ട, 5432 എന്ന് പറഞ്ഞ ഒരു ഇതാണ് നമുക്ക് ഇപ്പൊ ഇരിക്കുന്ന ബേസ് അഡ്രസ്സിൽ ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് വെച്ചോ. അപ്പൊ ഇതിനെ നമ്മൾ ഒരു 20 ബിറ്റിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ LSBയിൽ ഒരു 0 കൂടി ഇട്ടാൻ കൊടുക്കണം. അപ്പൊ അതെന്തായി? ഒരു 20 ബിറ്റിലോട്ടായി. ഇത്രയേ ഉള്ളൂ. ബേസ് അഡ്രസ് എന്നാണോ തന്നേക്കുന്നത് അതിനകത്തൊരു ലാസ്റ്റിൽ LSBയിൽ ഒരു 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്താ, ഈ 5432ന്റെ കൂടെ ഇൻറ്റു 10 ചെയ്താൽ മതി എന്ന് പറയാമല്ലോ. ഇൻറ്റു 10H. H എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ. ഇൻറ്റു 10 എന്ന് പറഞ്ഞാലും ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുന്നതും രണ്ടും സെയിം അല്ലേ. അങ്ങനെ പ്ലസ് എന്ത് ചെയ്യണം? നമ്മുടെ ഓഫ്സെറ്റ് കൂടെ. അതാണ് നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ. അപ്പം ഇതെങ്ങനെ എന്ന് ഞാൻ പറഞ്ഞത്, ഫിസിക്കൽ അഡ്രസ് ഇസ് ഇക്വൽ ടു ബേസ് അഡ്രസ് എന്താണോ അതിൻ്റെ കൂടെ ഒരു 10H കൂടെ കൂട്ടിയിട്ട് ആഡ് ചെയ്ത് ഇൻറ്റു ചെയ്യാം. 0H നമുക്ക് ആഡ് ചെയ്യാം, ഇൻറ്റു 10H ആക്കാം. പ്ലസ് എന്തുകൂടെ ചെയ്യണം? ഓഫ്സെറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്രയും ഓക്കെ ആയല്ലോ. അതുവരെയാണ് നമുക്ക് ഈ ഒരു സംഭവത്തിൽ പറയാനുള്ളത്. അപ്പം ബേസിക് ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാല്, മെമ്മറി സെഗ്മെന്റ്സ് നമുക്ക് 4 ഉണ്ട്. ആ സെഗ്മെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. സെഗ്മെന്റ് രജിസ്റ്റേഴ്സിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഈ ഓരോ സെഗ്മെന്റ്സിന്റെയും ബേസ് അഡ്രസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സുകളായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഇതിന്റെ ഫിസിക്കൽ അഡ്രസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, നമുക്ക് ബേസ് അഡ്രസ്സുകൾ കാണും. ആ ബേസ് അഡ്രസ്സുകൾ സെഗ്മെന്റ് രജിസ്റ്റേഴ്സിൽ കാണും. ആ ബേസ് അഡ്രസ്സിന്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്യണം? ഒരു 10 ഇൻറ്റു ചെയ്യണം. കാരണം അതെന്താ, 16 ബിറ്റ് ആണ് ബേസ് സെഗ്മെന്റ് രജിസ്റ്ററിൽ പോയിരിക്കുന്നത്. അതിനെ 20 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു LSBയിൽ ഒരു 0നെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ 0 എന്ന് പറയുമ്പോൾ 0നെ നമ്മൾ എങ്ങനെ ഹെക്സാഡെസിമൽ 0നെ നമ്മൾ എങ്ങനെ ബൈനറിയിലാക്കുന്നത്? 4 ബിറ്റ് ആക്കും. അങ്ങനെ നമുക്കത് 20 ബിറ്റ് ആകും. അതിൻ്റെ കൂടെ ഓഫ്സെറ്റ് കൂടെ നമ്മൾ
കൂട്ടി കൊടുക്കണം, പ്ലസ് ചെയ്ത് ചെയ്യണം. അപ്പോഴത്തേക്കിനും നമുക്ക് എന്താ കിട്ടുന്നത്? ഫിസിക്കൽ അഡ്രസ്സ് കിട്ടും. അതുവരെ നമ്മൾ പറഞ്ഞു. ഇനി ഈ ബേസ് അഡ്രസ്സുകൾ ഇരിക്കുന്ന സംഭവം പറഞ്ഞു. ഈ ഓഫ്സെറ്റ് അഡ്രസ്സുകൾ ഇരിക്കുന്നതിനും കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. സെഗ്മെന്റിന്റെ ബേസ് അഡ്രസ്സുകൾ ഇരിക്കുന്നതാണ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് എങ്കിൽ, ഇതിന്റെ ഓഫ്സെറ്റ് അഡ്രസ്സുകൾ ഇരിക്കുന്ന കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. IP രജിസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാക്ക് പോയിന്റർ ഉണ്ട്, ബേസ് പോയിന്റർ ഉണ്ട്, സോഴ്സ് ഇൻഡെക്സ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ രജിസ്റ്റേഴ്സിലാണ് എന്ത് പോയി സ്റ്റോർ ആവുന്നത്? ഇതിന്റെ ഓഫ്സെറ്റ് അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യുന്നത്. IP കൂടുതലും സ്റ്റോർ ആവുന്ന കോഡ് സെഗ്മെന്റിന്റെ ആണ്. കോഡ് സെഗ്മെന്റ് ഓഫ്സെറ്റ് അഡ്രസ്സുകളായിരിക്കും ഏതിൽ പോയി സ്റ്റോർ ചെയ്യുന്ന IP. സ്റ്റാക്ക് പോയിന്ററിൽ ബൈ ദ നെയിം ഇറ്റ്സെൽഫ് സ്റ്റാക്ക് സെഗ്മെന്റിന്റെ ആയിരിക്കും. ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിന്റെ ഓഫ്സെറ്റ് അഡ്രസ്സുകളായിരിക്കും അവിടെ. ബേസ് പോയിന്ററിലും സ്റ്റാക്കിന്റെ തന്നെയാണ്. നമുക്ക് റാൻഡം ആയിട്ട് എന്തെങ്കിലും ഒന്ന് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉള്ളതിന്റെ ഒരു ഓഫ്സെറ്റ് അഡ്രസ്സുകളൊക്കെ എന്തിലിരിക്കുന്നത്? ബേസ് പോയിന്റിലാണ്. സോഴ്സ് ഇൻഡെക്സിൽ എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡേറ്റ സെഗ്മെന്റിന്റെ ഓഫ്സെറ്റ് അഡ്രസ്സുകളാണ്. ഈ സ്റ്റാക്ക് സോഴ്സ് ഇൻഡെക്സും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സും ഒക്കെ നമ്മൾ സ്ട്രിംഗ് ഓപ്പറേഷൻസിലാണ് കൂടുതലും യൂസ് ചെയ്യുക. ഡേറ്റ സെഗ്മെന്റും എക്സ്ട്രാ സെഗ്മെന്റും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും സ്ട്രിംഗ് ഓപ്പറേഷൻസിന്റെ കേട്ടോ. അപ്പം സോഴ്സ് ഇൻഡെക്സിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഡേറ്റ സെഗ്മെന്റിന്റെയും. ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ എക്സ്ട്രാ സെഗ്മെന്റിന്റെയും. ഓക്കെ, അതാണ് ഇത്രയും രജിസ്റ്റേഴ്സ്. ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇന്നത് സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്നാ. ബേസ് അഡ്രസ്സിൽ ഇരിക്കുന്ന സെഗ്മെന്റ് രജിസ്റ്റേഴ്സിലും ഓഫ്സെറ്റ് അഡ്രസ് ഇരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ പോയിന്റർ പറഞ്ഞു. അത് നോട്ട് ചെയ്ത് വെച്ചോ. ഇൻസ്ട്രക്ഷൻ പോയിന്ററിൽ കോഡ് സെഗ്മെന്റിന്റെ, സ്റ്റാക്ക് പോയിന്ററിൽ സ്റ്റാക്ക് സെഗ്മെന്റിന്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഉണ്ടായിരിക്കുമല്ലോ, ആ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിന്റെ ഓഫ്സെറ്റ് അഡ്രസ്സുകൾ. അടുത്ത ബേസ് പോയിന്ററിലും സ്റ്റാക്ക് സെഗ്മെന്റിന്റെ തന്നെയാണ്. സോഴ്സ് ഇൻഡെക്സിൽ ഡേറ്റ സെഗ്മെന്റിന്റെയും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിൽ എക്സ്ട്രാ സെഗ്മെന്റിന്റെയും ഓഫ്സെറ്റ് അഡ്രസ്സുകളാണ് ഇരിക്കുന്നത്. ഇത്രയാ ബേസിക് സാധനം. ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ആർക്കിടെക്ചർ പകുതിയും തീർന്നു, കുറച്ച് തീരും. ഓക്കെ, അപ്പം ഈ ഒരു സംഭവത്തിൽ നമ്മളിപ്പോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ സെഗ്മെന്റ്സ് പറഞ്ഞു. ആ സെഗ്മെന്റ്സിന്റെ ബാക്കിയുള്ള ലൊക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഈ സെഗ്മെന്റ്സിനകത്തുനിന്ന് ഫിസിക്കൽ അഡ്രസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് എന്താന്ന് പറഞ്ഞു. ഇതിന്റെ ഓഫ്സെറ്റിന്റെ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റേഴ്സിന്റെ പേരും പറഞ്ഞു.